പൂജയെ കുറിച്ചുള്ള നഗ്ന സത്യങ്ങളാണ് ഞങ്ങൾ വെളിപ്പെടുത്താൻ പോകുന്നത്. അഴിച്ചിട്ട സത്യങ്ങൾ. ഹാപ്പി മാരീഡ് ലൈഫ് പൂജ ആൻഡ് വിഷ്ണു രണ്ടുപേരും നമ്മുടെ കൂടെ പഠിച്ചതാണ്. പക്ഷെ പൂജയായിട്ടാണ് നമ്മൾ കൂടുതൽ ക്ലോസ്. നമ്മുടെ ബെസ്റ്റ് ഇൻ ബെസ്റ്റ് ആണ്. നമ്മൾ 3 പേരില് ഞങ്ങൾക്കൊരു സോൾ സിസ്റ്റർ അല്ലേ പൂജ എന്ന് പറഞ്ഞു. നഗ്ന സത്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആരായിരുന്നു 29/1/2026 ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് കല്യാണം കഴിഞ്ഞ 2 മിത്രങ്ങൾ. അങ്ങനെ പറയുള്ളൂ, 2 മിത്രങ്ങൾ. ശത്രുക്കളല്ല, മിത്രങ്ങൾ. അപ്പോൾ ഏച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഏച്ചി ഇപ്പോൾ ഞാൻ വീട്ടിലൊക്കെ ഇപ്പോൾ ഞാൻ അച്ഛനും അമ്മനെന്നല്ല വിളിക്കല്, നേരെ ഏച്ചിനെ വിളിക്കല്. അപ്പം അത്രയും സപ്പോർട്ടീവാണ്. ഏത് ആ ഒരു വൈബാണ് ഏച്ചി. പിന്നെ അതേമാതിരി ഇപ്പം ഞാൻ എവിടെയും പോയിട്ടുണ്ടെങ്കിലൊക്കെ ഇതാക്കുക വന്ന് ചോദിക്കലൊക്കെ ഏച്ചിയാണ്, എവിടെ പോയി എന്താ ചെയ്തതെന്നൊക്കെ വിളിച്ചു ചോദിക്കും. അപ്പം ഞാൻ ഏച്ചിന് മുമ്പ് ആദ്യം ഇങ്ങനെ ചൂടായി കളിക്കും, പക്ഷെ അതൊന്നുമില്ല, സീനൊന്നുമില്ല. ഭയങ്കര ഇതാണ്, ബോണ്ടാണ് ഞങ്ങൾ. പിന്നെ അതേമാതിരി അളിയൻ പറയുകയാണെങ്കിൽ എനിക്ക് കറക്റ്റ് മാച്ച് ഒരു വണ്ടിപ്രാന്ത് അളിയൻ തന്നെ കിട്ടി. ഞാൻ വിചാരിച്ചില്ല ഇത്ര വണ്ടീനോടുള്ള ഇതുണ്ടാവും. അപ്പൊ ആ ഒരു വൈബിലുള്ള അളിയൻ തന്നെ കിട്ടി. ഞങ്ങളെ സ്വന്തം അനിയത്തി കുട്ടിയാണ്. ചെറുപ്പം മുതലേ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്ന് എല്ലാ കാര്യത്തിലും അടി കളി എല്ലാ നൊട്ടോറിയസ് എല്ലാ സാധനത്തിലും ഞങ്ങളെ ഉണ്ടാവും. ഇപ്പൊ നല്ല സങ്കടമുണ്ട്, പക്ഷെ സന്തോഷമുണ്ട്. അവൾ ഇഷ്ടപ്പെട്ട് അവൾ ആഗ്രഹിച്ച പോലെ അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റി. വിഷ്ണുവിനെ തന്നെ കിട്ടി, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പൊന്നൂന് അവൾ ആഗ്രഹിച്ചപ്പോഴത്തെ ഒരാളെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ അവർക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സോ വിഷിങ് എ വെരി ഓൾ ദി ബെസ്റ്റ് ഫോർ ദം. പിന്നെ ശ്രീകുട്ടനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ അവൻ ഇപ്പം നിൽക്കുന്ന ഒരു സ്റ്റേജ് അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ്. വീട്ടുകാരായാലും അവനായാലും അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ നിമിഷം ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ട് കല്യാണം വരെ എത്തി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള ഒരു ജീവിതം ആശംസിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനയും ദൈവം അനുഗ്രഹിക്കട്ടെ. പറഞ്ഞിട്ടുള്ളത് അതിൽ കുറെ പറയാത്ത നഗ്ന സത്യങ്ങൾ പറയണമെങ്കിൽ പറയാം. പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ കേസിലൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല സിറ്റുവേഷനിലും ഞാൻ അത്രയും ബാഡായി നിൽക്കുന്ന സമയത്ത് പോലും ഏട്ടൻ വന്നിട്ട് എൻ്റെ കേസിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ചേച്ചി ഉണ്ടേനി, പക്ഷെ ചേച്ചി ഇപ്പം ഇല്ല. ഞങ്ങൾ ഈ ടൈമിൽ ചേച്ചീനെ ഭയങ്കരമായിട്ട് വിഷ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്യാനും എന്തിനും ചേച്ചിയായിരുന്നു മുന്നിൽ. അപ്പോൾ ആ സ്ഥാനത്ത് ഇപ്പോൾ ഏട്ടനാണ്. ആ ഒരു കുറവ് ഞങ്ങൾക്ക് അറിയിക്കുന്നില്ല ഏട്ടൻ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇങ്ങനെ നിൽക്കണം. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര മിസ്സിംഗ് ആണ്. പക്ഷെ ഏട്ടൻ അടിപൊളിയാണ്. ഞങ്ങളെ ചേച്ചിക്കും ഏട്ടനും ഒരു ഹാപ്പി മാരീഡ് ലൈഫ്.